നമസ്കാരം. നടിയും മോഡലുമായ റിനി ആൻഡ് ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കുടത്തിന്റെ സുഹൃത്തുമായ ഫെനി നൈനാൻ. റിനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണ പോസ്റ്റുമായി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. താൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് റിനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് റിനിക്കെതിരെ ഫെനി നൈനാൻ രംഗത്ത് വരുന്നത്. രാഹുൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഫെനി നൈനാൻ രംഗത്ത് വന്നത്. ഇക്കാര്യം മൂന്നാമത്തെ പരാതിക്കാരി തന്നെ തന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചത്. 2026 ജനുവരിയിൽ പരാതി കൊടുത്തയാളെ 2025 ഓഗസ്റ്റ് മാസത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല എന്നാണ് ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയുടെ തെളിവുകളാണ് എന്നാണ് ഫെനി പറയുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരിക തന്നെ ചെയ്യും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് എന്നും ഫെനി തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്. അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി തന്നെ എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരിയിൽ പരാതി കൊടുത്തയാളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട്. ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരിക തന്നെ ചെയ്യും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനിയെ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണത് എന്നും ഫെനി നൈനാൻ പറയുന്നു.